അശ്വിനോട് പിണങ്ങി ശ്രുതി വീട്ടിലോട്ട് പോകുന്നുണ്ട്. എന്നാ അശ്വിൻ ശ്രുതിയെ വിളിക്കാനായിട്ട് ശ്രുതിയുടെ വീട്ടിലോട്ട് ചെല്ലുക. ആ സമയത്ത് ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ആ തടവറയിൽ നിന്ന് ഞാനൊന്ന് ഇങ്ങോട്ട് പോന്നതാ, എനിക്ക് കുറച്ച് സമാധാനത്തിനായിട്ട്. നിങ്ങൾ ഇവിടെ എന്നെ വെറുതെ വിടില്ലേ? നീ ഇപ്പൊ എന്റെ കൂടെ വരണം. മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയൊക്കെ നിന്നെ കാത്തിരിക്കുക. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അശ്വിൻ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാരണം ഞാനാണെന്നല്ലേ അശ്വിൻ സാർ അടക്കം പറഞ്ഞത്. അതൊക്കെ കേട്ടിട്ട് ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നേ? അതുകൊണ്ട് തന്നെയാ ഞാൻ തിരികെ പോകുന്നത്. ഇനി ഞാൻ അങ്ങോട്ടില്ല. 6 മാസത്തെ കരാറും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്റെ വീട്ടിലെ സമാധാനത്തിൽ ജീവിച്ചോളാം. ഇതൊന്നും താങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറയല്ലേ. നീ ഇപ്പൊ എന്റെ കൂടെ വാ. നിനക്കിപ്പോ ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ദയവ് ചെയ്ത് നീ എന്റെ കൂടെ വാ. നിനക്ക് ചേച്ചിയുടെ കാര്യം അറിയുന്നല്ലേ. വിഷമൊന്നും തട്ടരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. നിന്നെ കണ്ടില്ലെങ്കിൽ അത് മതി ചേച്ചിക്ക്. നീ എന്റെ കൂടെ വാ. ഞാന് ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ കൂടെ വരാന്ന് സമ്മതിക്കുന്ന എന്താണെന്നറിയോ? അവരോടുള്ള സ്നേഹം കൊണ്ടാ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ദയവ് ചെയ്ത് നീ ഇങ്ങനെ സംസാരിക്കാതെ എന്റെ കൂടെ വാ. എന്നാ ഞാൻ വരണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എല്ലാവരും മുൻപിൽ നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കണം. അല്ല, സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കണം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മായിയുടെയും മുൻപിൽ. ശരി, സമ്മതിച്ചു. ഞാൻ സ്നേഹിച്ചോളാം. അതുമാത്രമല്ല, അവർക്ക് എല്ലാവർക്കും ഉള്ള ചായ നിങ്ങൾ തന്നെ അടുക്കളയിൽ പോയി ഉണ്ടാക്കി കൊടുക്കണം. അതും വേണോ? അതും വേണം. ഇതിനൊന്നും സമ്മതമല്ലെങ്കിലേ ഞാൻ നിങ്ങളെ കൂടെ വരുന്നില്ല. എല്ലാം ഞാൻ സമ്മതിച്ചു. എന്നാ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അങ്ങനെ ചെല്ലാൻ നേരത്ത് അച്ഛൻ പറയുന്നുണ്ട്, കണ്ട മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ച് ഇങ്ങോട്ട് പോരരുത്. എത്ര സങ്കടത്തിലാ അശ്വിൻ എന്നറിയോ? അതുകൊണ്ടല്ലേ മോളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇതുപോലെ വാശി പിടിക്കരുത് കേട്ടോ എന്നൊക്കെ അച്ഛനും അമ്മയും അമ്മായിയും ഒക്കെ പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, അശ്വിൻ സാറ് പറയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ചായ ഇട്ട് തരണമെന്ന്. വലിയ ആഗ്രഹമാണെന്നാ പറയുന്നേ. ആണോ മോനെ? അതൊന്നും വേണ്ട, ഞാൻ പോയി ഇട്ടിട്ട് വരാ എന്ന് അമ്മ പറയുന്നുണ്ട്. അല്ല അമ്മേ, അമ്മ അവിടെ നിൽക്ക്. അശ്വിൻ സാറിന്റെ ആഗ്രഹമല്ലേ, അത് ചെയ്തോട്ടെ. അതിനിപ്പോ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അങ്ങനെ അശ്വിൻ അടുക്കളയിലോട്ട് പോവാണ്. ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, മോനെ, മോളെ കൂടെ കൂട്ടിക്കോ. അവളെല്ലാം പറഞ്ഞു തരുമെന്നും പറഞ്ഞ് ശ്രുതിയെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഗ്യാസ് ഒക്കെ കത്തിച്ച് പാത്രം വെച്ച് പാലൊഴിക്കുകയാണ്. ഒഴിക്കുന്ന സമയത്ത് പകുതി പാലും പുറത്തോട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. കൂടെ തന്നെ തുടയ്ക്കാൻ ശ്രുതി നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അശ്വിൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്താ അശ്വിൻ സാറേ, വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിക്ക് ചായ ഉണ്ടാക്കണം, അതറിയില്ലേ? ചായ ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും വെള്ളം ഒഴിച്ച് വേണം ചായ ഉണ്ടാക്കാൻ. പാലില് മാത്രമായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കരുതെന്ന് അശ്വിൻ പറയുന്നുണ്ട്. ഓഹോ, ഇതൊക്കെ അറിയോ? പിന്നെ ഇതൊക്കെ എനിക്കറിയാം. അങ്ങനെ ചായപ്പൊടിയും പഞ്ചസാരയും ഇഞ്ചി ചതച്ചതും ഒക്കെ ഇടുന്നുണ്ട്. പിന്നീടായിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ഏലക്കയും ഒരു കഷ്ണം ഗ്രാമ്പുവും വേണം. അങ്ങനെ അതെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഇട്ട് നല്ല ഉഗ്രൻ ചായ റെഡിയാക്കുകയാണ്. അങ്ങനെ ഗ്ലാസ്സിലോട്ട് പകർത്തുന്നുണ്ട്. എല്ലാവർക്കുമായിട്ട് അശ്വിൻ തന്നെയായിരിക്കും ചായ കൊണ്ടു കൊടുക്കുന്നത്. പാത്രവുമായി ചെല്ലുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, എന്താ മോനെ, മോൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? മോള് കൊണ്ടുതരുമല്ലോ. ഉണ്ടാക്കിയ ആള് തന്നെ കൊണ്ടുതരണ്ട അച്ഛാ എന്നും പറഞ്ഞ് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അമ്മായിക്കും പിന്നീടായിട്ട് ശ്രുതിക്കും കൊടുക്കുകയാണ്. മോനെ, മോൻ കുടിക്കുന്നില്ലേ? വേണ്ട അച്ഛാ, എനിക്കിപ്പോ വേണ്ട. എന്നാ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ കൊടുത്തോളാം അച്ഛാ. ഞാൻ കുടിച്ചിട്ട് പകുതി ഞാൻ അശ്വിൻ സാറിന് കൊടുത്തോളാം എന്ന് പറയുന്നു. അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. മോനെ, നല്ല ചായയാണല്ലോ. ഞാൻ ഈ ഇടയ്ക്കൊന്നും ഇത്ര ടേസ്റ്റോട് കൂടി ചായ കുടിച്ചിട്ടില്ല. മോളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴാ ഇതുപോലെ ഞാനൊരു ചായ കുടിച്ച ഓർമ്മ. അതും ഇത്ര ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും മോൻ നന്നായിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ശരിയാ മോനെ, നല്ല ചായ എന്ന് അമ്മായിയും അമ്മയും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പകുതി കുടിച്ച് പകുതി അശ്വിന് കൊടുക്കുന്നുണ്ട്. അശ്വിൻ ചായയും കുടിച്ച് പറയുന്നുണ്ട്, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്രുതിയാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോയിട്ട് വരാം. മോളെ, ഇനി ഇതുപോലുള്ള കുട്ടിക്കളിയൊന്നും വേണ്ട കേട്ടോ. ഇല്ല അച്ഛാ, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് ശ്രുതി അശ്വിൻ്റെ കൂടെ പോകുന്നുണ്ട്. അവിടെ എത്തി എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്തായിട്ട് ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. പ്രീതി അങ്ങനെ മിണ്ടുന്നൊന്നുമില്ല. അങ്ങനെ പ്രീതിയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? നീ എന്നോട് മിണ്ടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രീതി ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. എന്നാ മോഹനൻ പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ടേ ആദ്യമായിട്ടാ ചേച്ചി അനിയത്തിയും തമ്മിൽ തെറ്റുന്നത് കാണുന്നത്. എന്തായാലും ഒന്ന് ഉറക്കം സംസാരിക്കേ, എന്നാലല്ലേ നിങ്ങളെ സംസാരം ഞങ്ങൾക്ക് കൂടെ ആസ്വദിക്കാൻ പറ്റൂ. നിങ്ങളെപ്പോഴും സ്നേഹിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ, ഒന്ന് പിണങ്ങുന്നത് കാണട്ടെ എന്ന് മോഹനൻ പറയുന്നുണ്ട്. എന്നാ ഇത് കേട്ട് ആകാശ് പറയുന്നുണ്ട്, എന്തിനാ അതിന് ശ്രുതിയോട് പിണങ്ങിയേ? അത് പിന്നെ ശ്രുതി ഇന്ന് അവളെ വീട്ടിലോട്ട് പോയി.
ആഹാ, വീട്ടിലോട്ട് പോയതിനാണോ പിണങ്ങിയത്? ശ്രുതിക്കെന്താ അച്ഛനെയും അമ്മയെയും കാണാൻ തോന്നിയോ എന്ന് ആകാശ് ചോദിക്കുകയാണ്. ഈ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അതല്ല, അശ്വിനെ അറസ്റ്റ് ചെയ്തത് ശ്രുതി കാരനായെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് അവൾ അവളെ വീട്ടിലോട്ട് പോയതാ. അതാണോ കാര്യം? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. എന്നാ പോവേണ്ടത് ആദ്യം ഞാനല്ലേ? ഞാൻ കാരണല്ലേ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അപ്പൊ പിന്നെ ഞാനാ എങ്ങോട്ടെങ്കിലും പോവേണ്ടത്. എനിക്കാണെങ്കിൽ എങ്ങോട്ടും പോവാനും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഭാര്യ വീട്ടിലോട്ട് തന്നെ പോവാം. അമ്മായിയച്ഛന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കാം എന്ന് ആകാശ് പറയുന്ന സമയത്ത് അതങ്ങ് മനോരമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആകാശിന് കുറച്ച് തമാശ കൂടുന്നുണ്ട്, കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണെന്ന് മനോരമ പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി അപ്പൊ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അതെന്താ അമ്മായി, കുറച്ച് തമാശയൊക്കെ വേണം, എന്നാലല്ലേ ജീവിതത്തിനൊരു രസമുള്ളൂ. വേണ്ടാത്താണെങ്കിൽ അമ്മായി അങ്ങ് തള്ളിക്കളഞ്ഞേക്ക്. ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇത് കേട്ട് ശ്യാമും പറയുന്നുണ്ട്, അത് ശരിയാ, അത് ശ്രുതി പറഞ്ഞത് കറക്റ്റ് ആണെന്ന്. എന്നാ ശ്യാമിന്റെ മുഖത്തോട്ട് മനോരമ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ എന്ന് ശ്യാം ഇങ്ങനെ ചിന്തിക്കാണ്. പിന്നീടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെടുത്ത് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടെന്താ നിങ്ങൾ അതൊന്നും ആലോചിക്കാത്തെ? നിങ്ങൾ ആരുടെയും മനസ്സ് അത്ര ശരിയല്ല. അതുകൊണ്ട് ഒരു ട്രിപ്പ് അത്യാവശ്യ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഈ സമയത്ത് മനോരമ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അപ്പൊ അമ്മ പോരുന്നില്ലേ? അമ്മ കൂടെ ഞങ്ങളെ കൂടെ വരണ്ടേ? ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം. നിങ്ങൾ പോയി ആസ്വദിച്ചിട്ട് വാ, ഞാൻ എന്തായാലും പോരുന്നില്ല. ഇത് കേട്ട് ആകാശ് പറയുന്നുണ്ട്, അതെന്താ മുത്തശ്ശി, മുത്തശ്ശി കൂടെ ഞങ്ങൾ കൂടെ വരണം. ഏട്ടനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മുത്തശ്ശിയുടെ മനസ്സും വല്ലാണ്ടങ്ങ് പതറിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശി ഞങ്ങൾ കൂടെ വരണം. വേണ്ടടാ, ഞാൻ വരുന്നില്ല. എനിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. നിങ്ങൾ എല്ലാവരും പോയിട്ട് വാ. ഈ സമയത്ത് മോഹനും പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. ഈ സമയത്ത് മനോരമ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഒരു 4 ദിവസം പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ലേ? മുത്തശ്ശി, എനിക്കും ഒരുപാട് വർക്കുകളുണ്ട് എന്ന് അശ്വിനും പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി എല്ലാവരോടായി പറയാണ്, ഇനി ആർക്കൊക്കെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇത് മാറ്റി വെക്കരുത്. എത്രയും വേഗം നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പോയി വരണം. നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നേ. എന്നാ പ്രീതിയോടും ചോദിക്കുന്നുണ്ട്, പ്രീതി, നിനക്ക് വല്ല അസൗകര്യം ഉണ്ടോ? അത് പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ എന്തായാലും നാളെ വിവരം പറയാം. നാളെ എന്തായാലും എല്ലാവരുടെയും എല്ലാ ജോലിയും മാറ്റിവെച്ച് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് നാളെ തന്നെ എല്ലാവരും വിവരം പറയണമെന്ന് മുത്തശ്ശി പറയാണ്. അങ്ങനെ എല്ലാവരും തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പ്രീതിയുടെ മുഖം അത്രയങ്ങ് തെളിയുന്നില്ല. ഹണിമൂണിന് പോകാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരിക്കില്ല പ്രീതിക്ക്. എന്തെങ്കിലും പ്രശ്നം സംഭവിക്കോ ആകാശിന് എന്നായിരിക്കും പ്രീതിയുടെ മനസ്സിൽ. എന്നാ അശ്വിൻ ഈ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണം. ഇങ്ങനൊരു ട്രിപ്പ് പോയാൽ ശ്രുതിയെ സഹിക്കണ്ടേ എന്നായിരിക്കും അശ്വിൻ്റെ മനസ്സിൽ. എല്ലാവരും ചേർന്ന് ട്രിപ്പ് മുടക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.